പുതിയ യൂട്യൂബേഴ്സിന്റെ കാര്യമെല്ലാം കഷ്ടത്തിലാവാൻ പോവാണ്. പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ പോകുന്നവരായാലും സ്മോൾ യൂട്യൂബേഴ്സ് ആയാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഒരു വലിയ തലവേദനയായി മാറാൻ പോവാണ്. ഹലോ, ഇന്ന് ഞാനൊരു ന്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും നാള് നമ്മുടെ മോണിറ്റൈസേഷൻ റൂൾസ് എങ്ങനെയായിരുന്നു? 4000 വാച്ച് അവർ ഇൻ ലോങ് വീഡിയോ അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ് ഇൻ ഷോർട്സ് പ്ലസ് 1000 സബ്സ്ക്രൈബേഴ്സ്. ആ ഒരു ക്രൈറ്റീരിയ ആയിരുന്നു ഇത്രയും നാളായിട്ട് നമ്മുടെ യൂട്യൂബിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ യൂട്യൂബ് എന്താ പറയണെന്നറിയോ? 4000ന്റെ സ്ഥാനത്ത് 8000 വേണം എന്നാണ്. അതും നമ്മുടെ 2027 ഫെബ്രുവരി 1 തൊട്ടിട്ടാണ് ഈ ഒരു മോണിറ്റൈസേഷൻ റൂൾ ചേഞ്ച് ആവാനായിട്ട് പോകുന്നത്. ഒരു ന്യൂ ബിഗിനറിന് അല്ലെങ്കിൽ ഒരു ന്യൂ യൂട്യൂബറിനൊക്കെ ഈ ഒരു കാര്യം ഇമ്പോസിബിൾ ആയിരിക്കുമോ? ഇത് നമുക്ക് ആക്ച്വലി പണം ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ? ഇങ്ങനെയുള്ള കുറെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാവും. ഞാൻ അതെല്ലാം ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിന്റെ ഒരു ന്യൂ മോണിറ്റൈസേഷൻ അപ്ഡേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4000 എന്നുള്ളതിന്റെ സ്ഥാനത്ത് 8000 വരാന്നുള്ളത്. ഇത് നമ്മുടെ ന്യൂ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് ByPPയുടെ ആഡ് റവന്യൂ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. നമ്മുടെ ഈ 4000 വാച്ച് അവർ എന്ന് പറയുന്നത് 8000 വാച്ച് അവർ ആയിട്ടും നമ്മളെ 10 മില്യൺ ഷോർട്സ് വ്യൂസ് എന്ന് പറയുന്നത് 20 മില്യൺ ഷോർട്സ് വ്യൂസ് ആയിട്ട് മാറാനായിട്ട് പോവാണ്. അതും സെയിം ടൈമിംഗ് തന്നെയാണ്. അതായത് നമ്മുടെ ലോങ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ 8000 വാച്ച് അവറിൻ 1 ഇയറും ഷോർട്സിന്റെ വ്യൂസ് ആണെന്നുണ്ടെങ്കിൽ 20 മില്യൺ വ്യൂസ് ഇൻ 3 മന്ത്സ്. ആ ഒരു സെയിം ടൈമിൽ തന്നെയാണ് വരുന്നത്. ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം 4000 വാച്ച് അവേഴ്സ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ 8000 അതായത് 4000ന്റെ ഇരട്ടിയാണ്. ഡെഫിനറ്റ്ലി ഇമ്പോസിബിൾ ഒന്നുമല്ല, ഇറ്റ്സ് പോസിബിൾ. പക്ഷേ കുറച്ചുകൂടി ടൈം നമുക്ക് എടുത്ത് കുറച്ചുകൂടി എഫേർട്ട് നമ്മൾ ഇടേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. നമ്മുടെ ഈ ഒരു 8000 വാച്ച് അവർ എന്ന് പറയുന്നതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് മിനിറ്റ്സിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 4,80,000 മിനിറ്റ്സ് ആണ് 8000 വാച്ച് അവർ എന്ന് പറയുന്നത്. ഈ ഒരു 8000 വാച്ച് അവർ അല്ലെങ്കിൽ 4,80,000 മിനിറ്റ് എന്ന് പറയുന്നത് കിട്ടാൻ നമുക്ക് എത്ര വ്യൂസ് വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരാൾ നമ്മുടെ വീഡിയോ ഒരു 5 മിനിറ്റ് ഒക്കെ കാണുന്നുണ്ടെന്ന് വെച്ചോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 96,000 വ്യൂസ് ആണ് വേണ്ടത്. പക്ഷെ അത് ഒരു വീഡിയോയിൽ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ വ്യൂസ് നമ്മൾ സം ചെയ്യുന്ന സമയത്ത് നമുക്ക് 96,000 വ്യൂസ് എന്നുള്ളൊരു കണക്കാണ് 8000 വാച്ച് അവറിന് ഈക്വൽ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ ഇത് ഡെഫിനറ്റ്ലി നമ്മുടെ വ്യൂസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, നമ്മുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷനാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഞാനിപ്പോ 5 മിനിറ്റിന്റെ കണക്ക് പറഞ്ഞതാണ് ഈ ഒരു 96,000 വ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ അനുസരിച്ച് ഈ വ്യൂസിൽ ചേഞ്ച് ഉണ്ടാവും. ഇനി ഇതിലുള്ളൊരു മെയിൻ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ByPP എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഉള്ളവർക്ക് ഈ ഒരു റൂള് ബാധകമാണോ എന്നുള്ളതാണ്. അല്ല, ഈ ഓൾറെഡി ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പാസ്സായി പോയവർക്ക് ഈ ഒരു റൂള് ബാധകമല്ല. പക്ഷെ പുതിയതായിട്ട് ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയില് 2027 ഫെബ്രുവരി 1 തൊട്ട് കയറാനിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇങ്ങനൊരു ഉഗ്രൻ പണിയാണ് കിട്ടുന്നത്. അപ്പൊ ഇതിനെന്താ സൊല്യൂഷൻ? ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫെബ്രുവരി 1 2027 മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പാസ്സാവുക. ഇനി നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. ഈ ഒരു മാസം ഫുള്ള് കഷ്ടപ്പെട്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പാസ്സാവണം എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുക. അപ്പോഴും യൂട്യൂബ് തുടങ്ങണം, നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാം എന്നൊക്കെ വിചാരിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ നിമിഷം ഇപ്പൊ തുടങ്ങിക്കോ. ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ ഡെയിലി നല്ല ഒത്തന്റിക് ആയിട്ടുള്ള കണ്ടന്റ് ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 4000 വാച്ച് അവർ നിങ്ങൾക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഫെബ്രുവരി 1 വരെ ഒന്നും കാത്തിരിക്കരുത്. ഈ ഒരു ഡിസംബറിനുള്ളിൽ തന്നെ ഈ ഒരു 4000 വാച്ച് അവർ കീഴടക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഷോർട്സ് ചെയ്യുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ഷോർട്സ് ചെയ്യുകയാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസ് ആയിരിക്കും. ഫെബ്രുവരി 1 2027 കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 20 മില്യൺ വ്യൂസ് ആണ് ആവാൻ പോകുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഷോർട്സിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ലോങ് വീഡിയോസിൽ ഫോക്കസ് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഷോർട്സ് ഇടണോ ലോങ് വീഡിയോസ് ഇടണോ എന്നൊക്കെ ഉള്ളത്. സോ അപ് ടു യു. ഫുൾ ടൈം ക്രിയേറ്റർ എങ്ങനെയാ വീഡിയോ ഇടുക, അതുപോലെയൊക്കെ വീഡിയോ ഇടാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. ഉറപ്പായിട്ടും ഈ 4000 വാച്ച് അവർ എന്നുള്ളത് നമുക്ക് ഡിസംബറിനുള്ളിൽ നേടാനായിട്ട് പറ്റും. ഇമ്പോസിബിൾ അല്ലാന്ന് പറയാനുള്ള റീസൺ, ഏതെങ്കിലും ഒക്കെ ഒരു വീഡിയോ എന്തെങ്കിലും വൈറലായി അങ്ങ് ഭയങ്കര ഹിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പാസ്സാവാനായിട്ട് പറ്റില്ലേ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇമ്പോസിബിൾ അല്ല, പക്ഷെ കുറച്ച് ഹാർഡ് വർക്ക് അതിന് പിന്നിൽ വേണ്ടി വരും. ഈ ഒരു ഡിസംബറിനുള്ളിൽ നമ്മുടെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് നമ്മുടെ ഫെബ്രുവരി 1 ശേഷം ആൾക്കാർ ചെയ്യാൻ പോകുന്ന ഹാർഡ് വർക്കില് അത്രയും ചെയ്യേണ്ടി വരില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പെട്ടോ, നല്ലോണം വീഡിയോസ് ഇട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റും. പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. നല്ലൊരു തംബ്നെയിലും നല്ലൊരു ടൈറ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് ക്ലിക്ക് ആവും.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കുറെ ടിപ്സ് ഞാൻ ഓൾറെഡി എന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വേണമെന്നുള്ളവർക്ക് ആ ഒരു വീഡിയോ എന്റെ ചാനൽ കയറി നോക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടൊക്കെ നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഇത്രയേ ഉള്ളൂ. കുറച്ചുപേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയി എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഓക്കെ, ബൈ.